മാധ്യമം ദൃശ്യമാധ്യമമായി അവതരിക്കുന്നു. അതിന്റെ അവതരണ ഘട്ടത്തിലും പലരെയും ക്ഷണിച്ചു. ആ കൂട്ടത്തിൽ നേരത്തെ പരാമർശിച്ച തങ്ങളല്ല, പാണക്കാട് തങ്ങളെയും ക്ഷണിച്ചു. ലീഗുകാരെ ഒന്ന് പരിശോധിച്ചു നോക്കൂ, അദ്ദേഹം പോയിരുന്നോ എന്ന്. എന്തേ പോകാതിരുന്നത്? എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് അണികളോട് വിശദീകരിക്കാനാകാത്ത അവസ്ഥയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ലീഗിന്റെ നിലപാടിന് വിരുദ്ധമായി തീവ്രവാദ വർഗീയ ശക്തികളെ കൈകൊടുത്ത് ചേർത്തു നിർത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ തുടങ്ങിയിട്ടും കുറച്ചായി. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും ഒന്നിലും പ്രതികരിക്കുന്നുമില്ല. ജമാഅത്തെ മുഖപത്രമായ മാധ്യമം പത്രത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ അവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പാണക്കാട് തങ്ങൾ പോയിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നുള്ള വ്യക്തമായ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് തങ്ങൾ അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ന് കൊണ്ടു നടക്കുന്നവരും ലീഗ് നേതൃത്വവും ഇതെന്ന് ഓർത്താൽ നന്നാകുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി. കുറേ വർഷം മുൻപാണ് മാധ്യമം ദിനപത്രം അവരാരംഭിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചരണത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒന്നായിരുന്നു അത്. ആ ദിനപത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അവരുമായി സഹകരിക്കാത്ത ആളുകളെ അടക്കം അവർ പ്രത്യേകമായി ക്ഷണിച്ചു. ആ ക്ഷണിച്ച കൂട്ടത്തിൽ ഒരു പേര് പാണക്കാട് ശിഹാബ് തങ്ങളായിരുന്നു. ആ പരിപാടിയിൽ ശിഹാബ് തങ്ങൾ പങ്കെടുത്തില്ല. പങ്കെടുക്കാതിരുന്നത് നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. പാണക്കാട് ഹൈദരലി തങ്ങൾ ഇതേപോലെ ഒരു ക്ഷണത്തെ നേരിടേണ്ടി വരുന്നു. അത് ദൃശ്യമാധ്യമത്തിൻ്റെ മീഡിയ വൺ എന്ന പേരിലുള്ള ദൃശ്യമാധ്യമത്തിൻ്റെ ഉദ്ഘാടന പരിപാടി. അതിലേക്ക് ക്ഷണിച്ചത് പാണക്കാട് ഹൈദരലി തങ്ങളെയായിരുന്നു. അദ്ദേഹവും പങ്കെടുത്തില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടും മനോഭാവവും എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര തീവ്രവാദ പ്രസ്ഥാനമല്ലെന്ന സർട്ടിഫിക്കറ്റോടെ ക്ഷമിച്ചും പൊറുത്തും കൂടെ ചേർക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവരെ ആ വാദമൊന്നും അവര് ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള സമയത്ത് സാമുദായിക കൂട്ടായ്മകളിൽ നിന്ന് പോലും അകറ്റി നിർത്തിയ സംഘടന. കശ്മീരിൽ CPM സ്ഥാനാർത്ഥി യൂസുഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ BJP-യുമായി കൂട്ടുകൂടിയ സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. തരിഗാമിയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത് അവിടെ നടന്നില്ല. അവിടുത്തെ ജനം തരിഗാമിയെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തു. കേരളത്തിലെ സുന്നി സംഘടനകളും മറ്റു മുസ്ലിം സംഘടനകളുമെല്ലാം അകറ്റി നിർത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയ മിക്കവാറും എല്ലാ മുസ്ലിം സംഘടനകളുടെ പരിപാടികളിലും പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ജമാഅത്തേക്കാരുടെ ഒരു യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. മാധ്യമം ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ്. പക്ഷേ മാധ്യമം ദിനപത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു. ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും. അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ചു നോക്കുക. ലീഗിന്റെ ആ സംഘടനയോടുള്ള സമീപനമാണിത്.
പിന്നീട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വന്നെന്ന് പറയുന്ന പ്രതിപക്ഷം പറയട്ടെ ആ സംഘടനയ്ക്ക് എന്തു മാറ്റമാണ് വന്നതെന്ന്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം ലീഗ് പ്രസിഡന്റായ ഹൈദരലി തങ്ങളും തീവ്രവാദ സംഘടനകൾക്ക് മാന്യത നൽകരുതെന്ന നിലപാടിൽ തുടരുകയാണ് ചെയ്തത്. CS മുഹമ്മദ് കോയയും അഹമ്മദും അടക്കമുള്ള ലീഗിന്റെ പഴയകാല നേതാക്കൾ ജമാഅത്തെ വിശേഷിപ്പിച്ചത് RSSനെ പോലെ വിഷം പരത്തുന്ന വിപത്താണെന്നു തന്നെയാണ്. സമസ്തയടക്കം സമുദായ സംഘടനകളെ തകർക്കാനുള്ള ശ്രമത്തിന് പിന്നിലും ജമാഅത്തയുടെ കരങ്ങളുണ്ട്. അപ്പോഴും പ്രതിപക്ഷം പറയും അത് പണ്ടല്ലേ. അവര് ആ വാദമൊന്നും അവര് ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. വരുന്ന തദ്ദേശ ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം എന്ന ഏക ലക്ഷ്യത്തിലാണ് ലീഗ് ഉള്ളത്. അതിനാൽ ജമാഅത്തെയടക്കം എല്ലാ വർഗീയ തീവ്രവാദ ശക്തികളോടും മൃദു സമീപനം എന്നതിൽ പുനർചിന്തയുണ്ടാകാനും വഴിയില്ല. സമുദായത്തിലും മാധ്യമങ്ങളിലും നടക്കുന്ന ചർച്ചകളിൽ മൗനം നടിച്ച് രാഷ്ട്രീയ ലാഭമെന്ന ഏക അജണ്ടയാണ് ലീഗ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.